നമസ്കാരം സുഹൃത്തുക്കളെ. ടാരോട്ട് ലവ് എനർജീസ് 2.0 എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. ഈ വ്യക്തിയുടെ ഊർജ്ജത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഇത് നിങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന മാറ്റത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. പ്രേക്ഷകരെ, ഇന്നത്തെ ഊർജ്ജത്തിൽ ഈ വ്യക്തിയിൽ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നതായി കാണപ്പെടുന്നു. ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു എന്നത് മാത്രമല്ല, ഈ വ്യക്തിക്ക് ഒരുപാട് തിരിച്ചറിവുകളാണ് ഇതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. തിരിച്ചറിവുകൾ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധത്തെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും അറിയാതെ മറഞ്ഞു കിടന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻഫോർമേഷൻ, വളരെ പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ. അത് ആത്മീയപരമായിട്ടും ഭൗതികപരമായിട്ടും ഈ വ്യക്തി അറിയാതെ നിന്നിരുന്ന ഒരുപാട് സത്യങ്ങൾ ഈ പ്രണയ ജീവിതത്തിലുണ്ട്. ഇത് ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും ലവേഴ്സാണ്, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധവും ആയിരിക്കാം. ഈ വ്യക്തി ഇതിലൂടെ മനസ്സിലാക്കുവാൻ ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇതൊരു ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നു. ആദ്യമൊക്കെ ഈ വ്യക്തിയുടെ ദിനം പ്രതിയുള്ള സന്തോഷകരവും ആഡംബരവുമായിട്ടുള്ള ജീവിതത്തിൽ ആർത്തുല്ലസിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ചില നിയോഗങ്ങൾ ഉണ്ടായി. അതായത് ഈ വ്യക്തിയെ കൂടുതൽ നെഗറ്റീവിലേക്കും ചില ജീവിത പാഠങ്ങളിലേക്കും കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ കർമ്മം മോശമായിരിക്കാം, മുജ്ജന്മ പാപമായിരിക്കാം, അല്ലെങ്കിൽ ശത്രുക്കളുടെ ഊർജം കൊണ്ടും ആയിരിക്കാം. ഈ വ്യക്തി തകർന്നടിയുകയും അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോവുകയും ഒട്ടും തന്നെ ആഗ്രഹിക്കാത്ത മോശപ്പെട്ട സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്, ഈ വ്യക്തിക്ക് ആ ഒരു സമയത്ത്, അതായത് എല്ലാ കാര്യവും പ്രതികൂലമായി ഇരിക്കുന്ന സമയം, ആ ഒരു സമയത്ത് എന്ത് ചെയ്താലും ശരിയാകുന്നില്ല. പ്രശ്നങ്ങളോട് പ്രശ്നം, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും ബന്ധുമിത്രാദികളും എല്ലാവരും ഈ വ്യക്തിയെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോൾ തന്നെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് പോസിറ്റീവായ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ചിലത് ഈ വ്യക്തി മനസ്സിലാക്കി, മറ്റു ചിലതോ ഈ വ്യക്തിയുടെ ആത്മീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളായിരുന്നു. അതിൽ പലതും ഈ വ്യക്തിക്ക് തിരിച്ചറിയുവാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഈ വ്യക്തി ഓരോന്നോരോന്നായി എണ്ണി മനസ്സിലാക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. ഇത് തീർത്തും നിങ്ങളുടെ സാന്നിധ്യം എപ്പോഴാണോ ഇല്ലാണ്ടായി തുടങ്ങിയത്, ആ നിമിഷം മുതൽ തൊട്ടാണ് ഈ വ്യക്തി നിങ്ങളുടെ സാന്നിധ്യവും നിങ്ങൾ കാരണം ഈ പ്രണയ ജീവിതത്തിലും ഈ വ്യക്തിക്കുമുണ്ടായ മാറ്റങ്ങളും മനസ്സിലാക്കി തുടങ്ങുന്നത്. സ്വന്തമായി മനസ്സിലാക്കി, അല്ലെങ്കിൽ പ്രപഞ്ചശക്തി ഓരോ അടയാളങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും ഈ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുത്തു എന്നുള്ളതും കൂടെ കൂട്ടിച്ചേർക്കുന്നു. ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്കിടയിൽ കത്തിജ്വലിച്ച് നിൽക്കുകയാണ്. അന്നും ഇന്നും എന്നും എപ്പോഴും നിങ്ങൾക്കിടയിൽ ഉടനീളമായി നിലനിൽക്കുന്ന ഒരു ഊർജം തന്നെയാണ് മാനിഫെസ്റ്റേഷൻ. ഈ ഒരു മാനിഫെസ്റ്റേഷനിലൂടെ നിങ്ങളുടെ രണ്ടുപേരുടെയും ജീവിതത്തിൽ വന്നിരിക്കുന്ന ഒരുപാട് നെഗറ്റീവ് ഊർജങ്ങളെ തുരത്തി ഓടിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിയുടെ ജന്മലക്ഷ്യത്തിൽ ഒന്നാണ് ഈ ഒരു പ്രണയബന്ധമെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞുപോയ പാപങ്ങളും മോശപ്പെട്ട കാലഘട്ടങ്ങളും എല്ലാം തന്നെ കത്തിച്ച് ചാമ്പലാക്കി
സധൈര്യം മുന്നോട്ട് പോകുവാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിച്ചിരിക്കുന്നു. അതിലൂടെ നെഗറ്റീവ് ഊർജങ്ങളും പാപങ്ങളും ഈ വ്യക്തിയെ പിടികൂടിയിരിക്കുന്ന മറ്റു പല നെഗറ്റീവായ കാര്യങ്ങളും ഈ വ്യക്തിയെ വിട്ടുമാറിയിരിക്കുന്നു. വളരെയധികം ഓറ പവറാണ് ഈ വ്യക്തിയിലേക്ക് വന്നിട്ടുള്ളത്. ഇതെല്ലാത്തിനും നിമിത്തമായിട്ടുള്ള നിങ്ങളെ തന്നെയാണ് ഈ പേഴ്സൺ ഇപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിക്ക് വളരെയധികം ഇമോഷണൽ പരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു സത്യമാണ്. മറ്റുള്ളവരുടെ മനസ്സറിയുവാനോ മറ്റുള്ളവരുടെ വേദന എന്താണെന്ന് അറിയുവാനോ ഒന്നും തന്നെ ചെയ്യാതെ, അതിനു വേണ്ടിയിട്ട് സമയം പോലും ചെലവഴിക്കാതെ മറ്റുള്ളവരെ വേദനിപ്പിക്കുകയും അല്ലെങ്കിൽ സ്വന്തം സുഖങ്ങളിൽ മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും അനാവശ്യമായിട്ടുള്ള സൗഹൃദങ്ങളും മോശപ്പെട്ട പ്രവൃത്തികളിലൂടെയും ഒക്കെയും ജീവിതം നയിച്ചുകൊണ്ടിരുന്ന ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യത്തിന് വേണ്ടി മാത്രമാണ് ആഗ്രഹിക്കുന്നത്. മറ്റ് യാതൊരു തരത്തിലുള്ള സ്വാർത്ഥ താല്പര്യങ്ങളോ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഇല്ല. കാരണം ഇതെല്ലാം തന്നെ നിങ്ങളും ഈ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ തന്നെയാണ്. മാലാഖമാർ പോലും പ്രപഞ്ച ശക്തികൾ പോലും ഈ ബന്ധത്തെ നല്ല രീതിയിൽ തന്നെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലാണ് മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇവിടെ ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യം വളരെ ഉയർന്ന തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇതിലേതെങ്കിലും ഒരു വ്യക്തി ഭദ്രകാളി അമ്മയുടെ ഭക്തരായിരിക്കാം, ഭക്തനോ ഭക്തയോ ആയിരിക്കാം. അതിനോടൊപ്പം തന്നെ നിങ്ങൾ രണ്ടുപേരും കൂടിച്ചേർന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും തകർക്കാൻ ശ്രമിക്കുന്ന ശത്രുക്കൾ എന്നേക്കുമായി ഇല്ലാണ്ടായതും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത് മാത്രമല്ല, ഈ വ്യക്തി ഇപ്പോൾ അതിശക്തമായി തന്നെ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ത്രീകളുടെ ഊർജമാണ് വളരെയധികം ഉയർന്ന തലത്തിൽ നിൽക്കുന്നത്. മറ്റാരുമായി കൂട്ടുകൂടിയാലും ഏത് സ്ഥലത്തേക്ക് പോയാലും ഈ വ്യക്തിക്ക് ആശ്വാസം നിങ്ങളുടെ മുഖവും സാന്നിധ്യവും നിങ്ങൾ തന്നിട്ടുള്ള മനോഹരമായ ഓർമ്മകൾ തന്നെയാണ്. ഇപ്പോൾ ഈ വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണ്. പക്ഷെ ആ ബന്ധനത്തിൽ നിന്നും മോചിതനാകാൻ സാധിക്കും എന്നുള്ള വിശ്വാസത്തോടെയാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഗബ്രിയേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ആ മാലാഖയുടെ ഊർജതന്ത്രം എന്ന് പറയുന്നത് അത്ര നിസാരമല്ല. തീർച്ചയായിട്ടും ഈ വ്യക്തിയിലേക്ക് ഈ വ്യക്തിയുടെ ചാബല്യങ്ങൾ, തെറ്റുകൾ, ഇല്ലായ്മകൾ, പോരായ്മകൾ, തിന്മകൾ, നെഗറ്റീവ് ഊർജം എന്നിവയെല്ലാം തന്നെ പരിപൂർണമായും നീക്കം ചെയ്ത് ഈ വ്യക്തിയെ നല്ലൊരു മനുഷ്യനിലേക്ക് വരുന്നതായിട്ടാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ഇവിടെ ഇപ്പോൾ എല്ലാ തരത്തിലും ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം മാത്രമാണ്. അത് മാത്രമല്ല, ഈ വ്യക്തിയുടെ ഊർജത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. ദിനം പ്രതി നിങ്ങളുടെ സ്വപ്നങ്ങളിലോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലാതെയും ഒക്കെയും ഈ വ്യക്തിയുടെ സാന്നിധ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. യാതൊരു തരത്തിലും നിങ്ങൾക്കതിനെ മാറ്റിയെടുക്കാൻ സാധിക്കില്ല. കാരണം നിങ്ങൾ വീണ്ടും ഈ പ്രണയ ജീവിതത്തിലേക്ക് തന്നെ പോകണം എന്ന് തന്നെയാണ് സൂക്ഷ്മ ശക്തികൾ പോലും പറയുന്നത്. ഈ വ്യക്തിയിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് ചിന്താഗതികളിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും ഇവിടെ സ്ത്രീകളുടെ ഊർജം വളരെയധികം പവർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത്. ചന്ദ്രന്റെ ആദ്യപാദം എന്ന് പറയുന്നത് എന്തിനൊക്കെയോ വേണ്ടിയിട്ടുള്ള ഒരു തുടക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ തീർത്തും മാനിഫെസ്റ്റേഷനെയാണ് ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് മാനിഫെസ്റ്റേഷൻ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇവിടെ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ അത്രമേൽ ചിന്തിച്ചിട്ട് വേണം അത് മാനിഫെസ്റ്റ് ചെയ്യുവാൻ. നിങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ സ്വന്തമായി മന്ത്രങ്ങളോ തന്ത്രങ്ങളോ അല്ലെങ്കിൽ അഫർമേഷൻസോ സ്പെൽ വർക്കുകളോ ചെയ്യാവുന്നതാണ്. ഇനി ഒന്നുമില്ലെങ്കിൽ സൂര്യഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നതും വളരെയധികം അത്യുത്തമമായി കാണപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് ഊർജങ്ങൾ വരുന്നതായും ഈ വ്യക്തി മനസ്സിൽ വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു ഊർജമാണ് ഇനി ഈ അടുത്തായി പ്രവർത്തിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനയും മെഡിറ്റേഷനും മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്.
നിങ്ങൾ ചെയ്യേണ്ടത്. ഇവിടെ ആത്മീയപരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരണം. അതിനോടൊപ്പം തന്നെ ഈ വ്യക്തിയുമായി വലിയൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ തീർത്തും നിങ്ങൾക്കിടയിലുള്ള ലോങ് ഡിസ്റ്റൻസ് അവസ്ഥകൾ ഒന്നും തന്നെ ഇതിനൊരു തടസ്സമല്ല. കാരണം എത്ര അകലത്തിലാണ് നിങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒന്നിക്കാൻ പറ്റുന്ന തലത്തിലേക്കാണ് സാഹചര്യങ്ങൾ അനുകൂലമായി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിഷമത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ട് പരിശുദ്ധമായ ഒരു ഇൻഡ്യൂഷനിലേക്ക് അല്ലെങ്കിൽ ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ മാറുവാൻ ശ്രമിക്കുക. ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. വായന ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.